ഇതൊരു 1 BHK അല്ല, എന്നാൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണോ അതുമല്ല. ഇതിന് രണ്ടിനും കൂടി ഇടയ്ക്കായിട്ട് വേറൊരു സംഭവമുണ്ട്. അതിനാണ് പറയുന്നത് ജൂനിയർ അപ്പാർട്ട്മെൻറ്റ്. യെസ്, ഇതാണ് ഞങ്ങളുടെ കിളിക്കൂട്. ആദ്യമേ തന്നെ ഈ ജൂനിയർ അപ്പാർട്ട്മെൻറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യാം. ഇവിടെ ലിവിങ് ഉണ്ട്, ഡൈനിങ് ഉണ്ട്, പിന്നെ ബെഡ് സ്പേസും ഉണ്ട്. പക്ഷേ ഈ ലിവിങ്ങും ബെഡ് സ്പേസുമായിട്ട് സെപ്പറേറ്റ് ചെയ്തത് ഒരു വോള് മാത്രമായിരിക്കും. ഇങ്ങനൊരു വോള്. ഇതിൻ്റെ ബെഡ് സ്പേസ് എന്ന് പറയുന്നത് ഓപ്പൺ ബെഡ് സ്പേസാണ്. ഇതാണത്. ഈ വോള് കൊണ്ട് ഇത് രണ്ടും കൂടി സെപ്പറേറ്റ് ആക്കിക്കും. ഇതേ ബാച്ചിലേഴ്സിനും സിംഗിളായിട്ട് താമസിക്കുന്നവർക്കും പറ്റിയൊരു ഓപ്ഷനാണ്. അപ്പം നമുക്ക് ക്ലീനിങ്ങിൻ്റെ സമയം ലാഭിക്കാം, പിന്നെ റെൻറ്റും കുറയ്ക്കാം. പിന്നെ ഇത്രയും സ്ഥലമേ ഉള്ളൂ. എല്ലാം കൂടെ ഏതാണ്ട് 700 സ്ക്വയർ ഫീറ്റ് മാക്സിമം കാണും. അതിൽ കൂടുതൽ ഒട്ടും വരില്ല. ഈ ജൂനിയർ അപ്പാർട്ട്മെൻറ്റിന് അഡ്വാൻറ്റേജും ഉണ്ട്, അതനുസരിച്ച് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 BHKക്കായാലും ഡെഫിനറ്റ്ലി റെൻറ്റ് കുറവായിരിക്കും. അങ്ങനെയാകുമ്പം യൂട്ടിലിറ്റി ചാർജും അതനുസരിച്ച് കുറയും. പിന്നെ ക്ലീൻ ചെയ്യുന്ന ഏരിയ അതും കുറവാണ്. അപ്പോൾ അതും നമുക്ക് സമയം ലാഭിക്കാം. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് വോൾ ഇല്ലാത്തത് കൊണ്ടും ഒരു ഡോർ ഇല്ലാത്തത് കൊണ്ടും പ്രൈവസിയെ വല്ലാണ്ട് ബാധിക്കും. ഇത് നമ്മുടെ മെയിൻ ഡോറ്. ഇത് കഴിഞ്ഞെങ്കിൽ കയറുമ്പോഴേ ലെഫ്റ്റ് സൈഡായിട്ട് ഇതേ ഒരു ചെറിയ ഷൂ റാക്കാണ്. ഇതിൻ്റെ മുകളിലാണ് ഇവിടെ ചാർജിങ് പാഡ്. പിന്നെ ഇതാണ്ട് ഇവിടുത്തെ കാര്യസ്ഥൻ, ഇവനാണ് ഇവിടുത്തെ മെയിൻ ആൾ. ഇവിടെ ലൈറ്റ് ഓഫ് ആക്കുന്നതും ലൈറ്റ് ഇടുന്നതും നോട്ടിഫിക്കേഷൻസ് അറിയുന്നതും എല്ലാം ഇവൻ തന്നെ. പാഴ്സൽ വന്നോന്ന് അറിയിക്കുന്നതും എല്ലാം. പിന്നെ ഇരിക്കുന്നതേ ഈ ഒരു സാധനമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഫോൺ ചാർജ് ചെയ്യാൻ, ഇത് വാച്ച് ചാർജ് ചെയ്യാൻ, ഇത് നമ്മുടെ ഹെഡ്സെറ്റ് ചാർജ് ചെയ്യാൻ. ഇതൊരു മാഗ്നറ്റിക് ഫോൾഡബിൾ ചാർജറാണ്. ഇത് ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാം. വാച്ചിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാനും പറ്റും. സോ ഇതൊരു സൂപ്പർ സാധനം കേട്ടോ. ഇതാണ് സിറ്റിംഗ് റൂം. ഇവിടെ താഴെ ഒരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു എൽ ഷേപ്പ് സോഫയും പിന്നീടൊരു ടീപ്പോയും. ഈ സോഫ എല്ലാം ഡിറ്റാച്ചബിളാണ്. പിന്നെ ഒരു ത്രോയും ഉണ്ട്. ഈ ടീപ്പോയി സൂപ്പറാട്ടോ. ഇതും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതൊരു ഓപ്പൺ സ്പേസ്. ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡിലും ഇതേ ഓപ്പൺ സ്പേസ്. പിന്നെ നമ്മൾ കാണുന്ന ഏരിയ എല്ലാം ക്ലോസ്ഡാണ്. പക്ഷേ ഈ ക്ലോസ്ഡ് ഏരിയ ഇല്ലേ, ഇത് നമുക്ക് ഒരു ഡൈനിങ് ആയിട്ടോ സാധനം വയ്ക്കാനോ ഫുഡ് കഴിക്കാനോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇതൊരു സ്റ്റോറേജ് സ്പേസ് കൂടിയാണ്. ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാവും. അപ്പം നമുക്ക് ഇവിടെ വേണമെങ്കിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇതൊരു വർക്കിംഗ് ടേബിളായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇത്ര ചെറിയൊരു സ്പേസിലേ ഒരു ഡൈനിങ് ടേബിളൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വല്ലാണ്ട് കണ്ടീഷനാകും. സോ അതിന് പറ്റിയൊരു ഓപ്ഷനാണ് ഇത്. ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാം, വർക്കിംഗ് ടേബിളായിട്ട് ഉപയോഗിക്കാം. എന്തിനും നമുക്കൊരു നല്ല യൂസ്ഫുൾ സംഭവമാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചടയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും കുറഞ്ഞ് നമുക്കിതൊരു സ്റ്റോറേജ് സ്പേസുമായി. സോ ഇതൊരു നല്ല പ്രൊഡക്റ്റാട്ടോ. ഇതും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെയുള്ളത് ഒരു TV യൂണിറ്റാണ്. പക്ഷേ TV മാത്രമല്ല, യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ആ യൂണിറ്റിൻ്റെ മുകളിൽ എല്ലാവരും ഉണ്ട്. ഫുൾ ഫാമിലി ഉണ്ട്. ജീവിച്ചിരിക്കുന്നവരും പോയവരും എല്ലാവരും. പിന്നെ ഏറ്റവും സ്പെഷ്യൽ പേഴ്സൺ ഞങ്ങളുടെ ജോക്കുട്ടിനും ഉണ്ട്. ഈ TV യൂണിറ്റിന് എൻഡിൽ 2 ഡോറുള്ള സ്പേസുകളാണ്. മറ്റേത് നടുക്കുള്ളത് ഓപ്പണാണ്. മുകളിലാണെങ്കിലോ എല്ലാം ഗാർഡിയൻ ഏഞ്ചൽസാണ്. ആള് കലാവാസനയൊക്കെയുള്ള ആളാണേ. അതുകൊണ്ട് ഇങ്ങനൊരു സാധനമുണ്ട്. ഡെയിലി ഒരു ½ an hour to 45 minutes ഇതും വായിക്കും. എല്ലാ ജൂനിയർ അപ്പാർട്ട്മെൻറ്റുകൾക്കുമേ ഇങ്ങനെ ഒരു വിൻഡോയെ കാണുള്ളൂ. അപ്പോൾ ഇതിലെ മാത്രമേ എയർ അകത്തോട്ട് കയറുള്ളൂ. അപ്പോൾ ഈ എയർ സർക്കുലേഷൻ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഓപ്പൺ സ്പേസ് ഈ വോളിൽ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ടഫൻഡ് ഗ്ലാസ്സുകളാണ്. ഇതൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യാനേ പറ്റില്ല. ഇത് ഇവിടെ ഒരു വിൻഡോ മാത്രമുണ്ട്. ഇത് മാത്രമാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അതും അതിൻ്റെ മോസ്കിറ്റോ നെറ്റ് ഉള്ളത് ഫിക്സ്ഡ് ആണ്. അടിയിലത്തെ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് അടയ്ക്കാം. ഇവിടെയുള്ള ഈ മോസ്കിറ്റോ നെറ്റില്ലേ, ഇതും ഫിക്സ്ഡ് ആണ്.
പിന്നെ വെളിയിലുള്ള ഗ്ലാസ് തുറക്കുകയോ അടക്കുകയോ ചെയ്യുന്നതിന് നമുക്ക് ഇത് തുറക്കേണ്ട കാര്യമില്ല. ഈ ഒരൊറ്റ ഇത് ഉപയോഗിച്ചാൽ മാത്രം മതി. ദേ ഇങ്ങോട്ടാക്കുമ്പോൾ ഇതാണ്ട് നമ്മുടെ വെളിയിലത്തെ ഗ്ലാസ് അടഞ്ഞു വരുന്നു. യെസ്, ഫോമായിട്ട് അടഞ്ഞു. തിരിച്ച് തുറക്കണമെങ്കിൽ ഇതാണ്ട് ദേ നമ്മുടെ ഗ്ലാസ് തുറന്നു. എന്നിട്ട് നമുക്ക് ഇതിവിടെ ലോക്ക് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെയാണ് ഈ ജനൽ തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്നത്. ഇതാണ് മാക്സിമം നമുക്ക് തുറക്കാൻ പറ്റുന്നത്. ഈ കോർണറിലായിട്ട് ഒരു യോഗ മാറ്റും, പിന്നെ ഒരു എയർ പ്യൂരിഫയറും. ഇവിടെ എയർ പ്യൂരിഫയർ മസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കാലം ആയിക്കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം ഹീറ്റർ ഓൺ ആകും. ദേ ഈ ഇരിക്കുന്ന ഗ്രില്ലില്ലേ, ഇത് ഹീറ്ററിൻ്റെ ഔട്ട്ലെറ്റാണ്. ഇതെല്ലാം സെൻട്രലൈസ്ഡ് ആണ്. അപ്പം ഇതിനകത്തുനിന്ന് ചൂട് വരും. ചൂട് വന്നു കഴിയുമ്പം ഈ ജനലും അടയ്ക്കും. അങ്ങനെ ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നിറയും വീടിനകത്ത്. അപ്പോൾ അവർ ഈ എയർ പ്യൂരിഫയർ ഓണാക്കി കൊടുക്കും. പിന്നെ നമ്മുടെ തൂപ്പൽ തുറപ്പൽ സാധനം ഡൈസൺ. ഇവിടെ നമുക്ക് ചൂലും ഡസ്റ്റ്പാനും ഒന്നുമില്ലല്ലോ. ഇതാണ് അവരുടെ മെയിൻ സാധനം. ഇതാണ് മോളുടെ വർക്കിംഗ് സ്പേസ്. വലിയ ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ലാപ്ടോപ്പ് ഇരിക്കുന്ന കാണാം. പിന്നെ ഈ ടേബിളിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഇലക്ട്രിക് ടേബിളാണ്. ഇത് നമുക്ക് ഹൈറ്റ് പൊക്കുകയോ താക്കുകയോ ഒക്കെ ചെയ്യാം. ദേ ഈ 1 2 3 ഇത് ഞെക്കുന്നതനുസരിച്ച് ഹൈറ്റ് പൊങ്ങും, ഹൈറ്റ് താഴും. ഇവരൊക്കെ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേ എണീറ്റ് നിൽക്കും. ഇരിപ്പ് മടുത്ത് കഴിയുമ്പോൾ എണീറ്റ് നിന്ന് വർക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ ബെഡ് സ്പേസ്. ബെഡ് റൂമെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു റൂമല്ല. അതുകൊണ്ട് ഇതിനൊരു ബെഡ് സ്പേസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ മാട്രസോ, ഇതാണ് സൂപ്പർ സംഭവം കേട്ടോ. കാരണം ഉറക്കമാണല്ലോ മെയിന്. നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. ഈ സ്ലാൻഡിങ് ആയിട്ട് വെച്ചിരിക്കുന്നതുവേ ഫാനാണ്. ഇത് വെർട്ടിക്കലാണ്. ഇതെല്ലാം പോർട്ടബിൾ സാധനങ്ങളാണ്. കാരണം ഈ ബെഡ് സ്പേസിലും നമുക്ക് ഫാനൊന്നുമില്ല. ഫാൻ്റെ പ്രൊവിഷൻ അവരിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് സീലിംഗ് ഫാൻ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഈ ബെഡ് സ്പേസിലും നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നുള്ള ഒരു ലൈറ്റാണ്. ഇവിടെയും ഒരു ഹീറ്റർ ഔട്ട്ലെറ്റ് ഉണ്ട്. തണുപ്പാകുമ്പോൾ ഇതുവഴിയാണ് നമുക്ക് ചൂട് കിട്ടുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേ ഈ കാണുന്ന ഈ ലൂവേഴ്സുള്ള ഈ സ്പേസാണ് ലോണ്ട്രി സ്പേസ്. താഴെ വാഷിംഗ് മെഷീനും മുകളിൽ ഡ്രയറും. പിന്നെ ഈ വാളിലെല്ലാം ഇവരുടെ കോട്ടൊക്കെ ഹാങ് ചെയ്തിരിക്കുകയാണ്. ഈ കോട്ട് ഹാങ് ചെയ്യുന്ന ഈ സാധനം ഈ ഡോറിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ മാഷസിൽ നിന്ന് വാങ്ങുന്ന കേട്ടോ. ഇനിയുള്ളത് ഒരു വാക്കിംഗ് ക്ലോസറ്റ് സ്പേസാണ്. ഇത് പക്ഷേ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഈ അപ്പാർട്ട്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണിത്. വാക്കിംഗ് ക്ലോസറ്റാണ്. തുറക്കുക. ഇവിടെ സ്വിച്ചുണ്ട്. യെസ്, എല്ലാം അടുക്കി വയ്ക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിറയെ സ്ഥലമുള്ള ഒരു വാക്കിംഗ് ക്ലോസറ്റ്. പെട്ടികൾ വയ്ക്കാനും ഹാങ് ചെയ്യാനും പിന്നെ 1-2 തട്ടുകളും ഉണ്ട്. തൊട്ടടുത്ത് കാണുന്ന ഈ ഡോറുണ്ടല്ലോ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ഇതാണ് ഇവിടുത്തെ ബാത്റൂം, ടോയ്ലറ്റ്. ഭയങ്കര സൂപ്പറാട്ടോ. ടവൽ ഹാങ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഉള്ള ലോങ് മിറർ. ഇതാണ് വാഷ് ബേസിൻ. ഈ വാഷ് ബേസിൻ്റെ മുകളിലായിട്ടുള്ള ടേബിൾ ടോപ്പും നല്ല ഏരിയ ഉണ്ട്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് വയ്ക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ്. ഇതാണ് ഇവിടുത്തെ ബാത്ത് ഏരിയ. ദേ ഔട്ടർ കട്ടൻ ഇങ്ങനെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇന്നർ കട്ടൻ വേറെ വൈറ്റ്, അതകത്തോട്ട് വിട്ടിരിക്കുക. ശരിക്കും പറഞ്ഞാലേ വെറ്റ് ആൻഡ് ഡ്രൈ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇവിടെ നിന്ന് കുളിച്ചാൽ താഴോട്ട് വരില്ല. സായിപ്പന്മാർ ഇതിനകത്ത് കിടന്ന് കുളിക്കും, നമ്മൾ നിന്ന് കുളിക്കും. പിന്നെ ഇതാണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കുളിക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും. വെൽ അറേഞ്ച്ഡ് ആട്ടോ.
ഇതകത്ത് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഡ്രൈ ഏരിയയിലേ ഒരു തുള്ളി വെള്ളം പോലും ആകില്ല. അതുകൊണ്ട് വാക്യൂം ക്ലീനർ വെച്ച് വാക്യൂം ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ക്ലീനിങ്ങും എളുപ്പമാവും. പിന്നെ ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം സ്റ്റോറേജിനുള്ള കബോർഡ്സാണ്. വലിയൊരു മിററും. ഇവിടെ ഒരു ഹുക്കുണ്ട്, അത് നമ്മുടെ ബാത്റൂം ഇടാൻ വേണ്ടിയിട്ട്. ഇവിടെയും തുണി ഹാങ് ചെയ്യാനായിട്ട് ഈ ഡോറിൽ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യുന്ന ഒരു ഹാങ്ങർ ഇട്ടിരിക്കുകയാണ്. ഇത് മാർഷൽസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ ഗ്യാസിൻ്റെ പരിപാടിയേ ഇല്ല കേട്ടോ, എല്ലാം ഇലക്ട്രിക്കാണ്. ഇലക്ട്രിക് സ്റ്റൗവ്, ഇത് കോയിലിൽ വർക്ക് ചെയ്യുന്നതാണ്. ദെൻ ഇലക്ട്രിക് ഓവൻ. താഴെ മുകളിലുമായിട്ടേ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മുകളിലാണെങ്കിലും ഇഷ്ടംപോലെ കബോർഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനാണെങ്കിലും ഇങ്ങനൊരു സ്പേസിലും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ താഴെയുണ്ട് കേട്ടോ. ഇതെല്ലാം ഡ്രോസാണ്. ഓരോ ഡ്രോകളാണ്. ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഡിഷ് വാഷർ. ഒരുവിധം വലിയ ഡിഷ് വാഷർ തന്നെയാണ്. കുറേയേറെ സ്പേസ് ഉണ്ട് കേട്ടോ. ഈ സൈഡിലെല്ലാവേ സ്റ്റോറേജ് കബോർഡ്സ് കൊടുത്തിരിക്കുകയാണ്. മാക്സിമം കൊടുത്തിട്ടുണ്ട്. സ്ഥലമില്ല എന്നൊരു കംപ്ലൈൻറ്റ് വരില്ല. അത്രയ്ക്ക് സ്റ്റോറേജ് സ്പേസാണ് എല്ലായിടത്തും. ഈ വർക്കിംഗ് ഏരിയയുടെ മുകളിലായിട്ടാണ് മൈക്രോവേവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ ഇവിടെ ഒരു ഓപ്പൺ സ്പേസും ഉണ്ട്. പിന്നെ നമ്മുടെ കുക്കിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കാണ്. അത് ഇലക്ട്രിക് ഓയിലാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഓവനും ഉണ്ട്. ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ സ്ലാബ്. ഇതും വൈറ്റാണ്. പിന്നെ ഈ ഇരിക്കുന്നതെല്ലാമേ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇത് മുഴുവനും നൈഫാണ്. പിന്നെ ഒരു സിസേഴ്സ് ഉണ്ട്. പിന്നെ ഇതാണ്ടേ, ഇത് നമ്മുടെ തവികളെല്ലാം. പിന്നെ ഇത് നമ്മുടെ ബ്രെഡ് ടോസ്റ്റർ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതേ ക്ലീനിങ്ങിനുള്ള സാധനങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സിങ്ക്. പിന്നെ ഇവിടെ ഒരു ഏരിയയിൽ ഇങ്ങനൊരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കട്ടിംഗ് ബോർഡൊക്കെ കഴുകി വെക്കാൻ. ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ടേബിൾ ടോപ്പിലാണ് നമ്മുടെ വെള്ളം ഇരിക്കുന്നത്. ഇതറിയാലോ, ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഫിൽറ്ററുള്ള ജഗ്, പിന്നെ പഴങ്ങൾ, പിന്നെ ടിഷ്യൂ, പിന്നെ എപ്പോഴും എടുത്ത് കഴിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളും. ഈ ടേബിളിനെ ഇങ്ങനെ 2 തട്ടായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആ തട്ടിൻ്റെ എക്സ്റ്റൻഷനെ പുറകോട്ടില്ല. ഇവിടെ 2 സ്റ്റൂളാണ്. അപ്പോൾ ഇത് ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ടേബിളാണ് ഈ കിച്ചൻ്റെ മെയിൻ അട്രാക്ഷൻ. നമ്മുടെ കിച്ചനെ ഇങ്ങനെ ലോങ് ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർക്കിംഗ് ടേബിൾ വാങ്ങിച്ചത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് വന്നതോടുകൂടി ഇവിടെ നമുക്ക് നല്ല പോലെ സ്ഥലവുമായി നന്നായിട്ട് നമുക്ക് ജോലി ചെയ്യാനും പറ്റും. ആ വർക്കിംഗ് ട്രയാങ്കിൾ, അതായത് സിങ്ക്, നമ്മുടെ വർക്കിംഗ് ഏരിയ, അതുപോലെ സ്റ്റൗവ്, അതേപടി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇത് വന്നതോടുകൂടി നമ്മുടെ പ്രോബ്ലംസ് ഒത്തിരി സോൾവായി. ഇത്രയും പോന്ന ഈ ജൂനിയർ അപ്പാർട്ട്മെൻറ്റ് റെൻ്റ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. ഏതാണ്ട് $2,500 കൺവേർട്ട് ചെയ്യേണ്ട ഇന്ത്യൻ റുപ്പിയിലേക്ക് നമ്മൾ ഞെട്ടിപ്പോകും. മോർ ദാൻ 2 lakhs rupees. എന്നാലും സേഫാണ്, സെക്യൂറാണ്. പിന്നെ വേറെ ശല്യങ്ങളൊന്നുമില്ല. അമ്യൂണിറ്റീസൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതൊന്നും എക്സ്ട്രാ ചാർജ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ താമസിക്കുന്നത് സിയാറ്റിലെ ബെൽവ്യൂ എന്ന സ്ഥലത്താണ്. ഇത് എൻ്റെ കുഞ്ഞിക്കിളിയുടെ കിളിക്കൂടാണ്. ഞാൻ എൻ്റെ മോളെ വിളിക്കുന്നത് കിളി എന്നാണ്. ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ, അതിലുപരി ദൈവാനുഗ്രഹം, ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. സോ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ പെൻസിൽവേനിയയിലായിരുന്നു. പെൻസിൽവേനിയ സ്റ്റേറ്റിലുള്ള
പിറ്റ്സ്ബർഗിലായിരുന്നു. അവിടെയാണ് അവൾ പഠിച്ചത്. സോ ലാസ്റ്റ് വെക്കേഷന് ഞാൻ അവിടെ 2 മാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഡോക്യുമെൻറ്റേഷൻ എനിക്കന്ന് സാധിച്ചില്ല. ഇപ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് വാഷിങ്ടൺ സ്റ്റേറ്റിലേക്കാണ്. ഇവിടെ സിയാറ്റിലാണ് അവൾ താമസിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം വരുമ്പം എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ അപ്പാർട്ട്മെൻറ്റും ഇതിനോട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ ക്ലിയറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തു. പിന്നീട് ഇത് നമുക്കൊരു മെമ്മറിയായി മാറുമ്പോൾ ഇത് കണ്ടിരിക്കാൻ രസമായിരിക്കും. കാരണം ഇനി ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ തിരിച്ചു വരുമോ എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജൂനിയർ അപ്പാർട്ട്മെൻറ്റ്. മാക്സിമം ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.